കഴിഞ്ഞ ദിവസേ നമ്മൾ ഉച്ചയൂണിനൊപ്പം ചിക്കൻ പാർട്സ് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വിഭവം വിളമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ ദിവസം നമുക്ക് ബിരിയാണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിക്ക് ചിക്കൻ വാങ്ങിക്കുമ്പോഴാണ് ഈ പാർട്സ് കിട്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കഴുകുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകണം. അതിൻ്റെ ഹേർട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഞെക്കി കളഞ്ഞിട്ട് വേണം കേട്ടോ ക്ലീൻ ആക്കാനായിട്ട്. പിന്നെ ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് തിരുമ്പി കഴുകി വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ. എന്നാൽ പോലും എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു ഇച്ചിരി ചെറുനാരങ്ങ പകുതി പിഴിഞ്ഞ് അതും കൂടി ഒഴിച്ച് കുറച്ച് സമയം കൂടിയും വെക്കും. എന്നാലാണ് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഇതുപോലെ വെച്ചാൽ എന്നിട്ട് നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വാരി വലിച്ച് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു വലിയ സവാള തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞ് ചേർത്തിട്ട് ഇതേ രീതിയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 2 കഷ്ണം ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി നമ്മൾ നല്ല പഴുത്തതുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റുക. തക്കാളി നന്നായിട്ട് വെന്ത് വരുമൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് നമ്മളുടെ ചിക്കൻ പാർട്സ് കഴുകി വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു എന്താ പറയുക ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഇട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. നന്നായി തന്നെ വെന്ത് കിട്ടും, ഒരു സംശയവും വേണ്ട. ചിലരിനി ചോദിക്കും കുക്കറിലൊക്കെ ചെയ്യണ്ടേ, വിസിലടിക്കണ്ടേന്നോ? ഒന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്കൊരു ചെറിയൊരു മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ജീരകം, 3/4 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം പെരുംജീരകം ചേർക്കുന്നുണ്ട്, 1.5 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിക്കണ്ട കേട്ടോ, ഒരു തരിതരിപ്പോടെ പൊടിച്ചെടുക്കുക. അതുകൂടി ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇച്ചിരി സമയം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടാണ്. കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ ആ കറുപ്പ് കളറിലേക്ക് വന്നോളൂ കേട്ടോ. ഇതും നമുക്കൊരു ഓർഡർ വന്നപ്പോൾ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ കഴിഞ്ഞ നമ്മളുടെ ഫുഡ് റീൽ കണ്ടപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് ആവശ്യപ്പെട്ടതാണ് ഇനി ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അവർക്ക് ചെയ്ത് കൊടുക്കുമെന്ന്. ചെയ്ത് കൊടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ.